ഹായ് കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ശരണ്യ കാച്ചിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാച്ചില് പുഴുങ്ങാൻ, പക്ഷെ കാച്ചില് പുഴുങ്ങാനല്ല വന്ന്, പൊരിക്കാനാ വന്ന്. കാച്ചില് നമ്മള് ബ്രെഡൊക്കെ പൊരിക്കല്ലേ, എന്ന് പറഞ്ഞ പോലെ കാച്ചില് പൊരിക്കല് ശരണ്യയുടെ ഒരു വെറൈറ്റി കുക്കിംഗ് ആണ് ഇന്നത്തത്. ഇത് മുമ്പ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. പിന്നെ ഇത് ചെയ്യാൻ കാരണം എന്നാണ്, നമ്മുടെ അച്ഛൻ്റെയൊക്കെ സമയത്ത് കൊച്ചിലെ അച്ഛനൊക്കെ കാച്ചിലിങ്ങനെ പൊടിച്ചതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എന്ത് പറ്റി, അച്ഛൻ അന്ന് തൊട്ട് പറയും, പണ്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പൊ ഒരു പണി, അച്ഛനൊരു ഓർമ്മ പുതുക്കൽ കൂടി ആകട്ടെ. വീഡിയോയിലേക്ക് പോകാം. ശരി ശരി കൂട്ടുകാരെ, ഞാൻ അച്ഛനെ കൊണ്ട് കാച്ചിൽ അരിപ്പിച്ചെടുപ്പിക്കാം. തൊലിജീവിയാ, കണം കുറഞ്ഞിട്ട് കട്ടി ഇങ്ങനെ ബ്രെഡ് പച്ചറൊട്ടി അരിയണ പോലെ അരിയണം. ശരണ്യ, എന്താ അച്ഛൻ വന്നില്ലേ? അച്ഛൻ വന്നില്ല. ശരണ്യ തന്നെ ചെത്തി നോക്കിയാണ്. ഞാൻ തന്നെ ഒന്ന് ചെത്തി നോക്കി എങ്ങനെയാന്ന്. വേണ്ട, അച്ഛൻ വന്ന് അച്ഛൻ അരിയും. അത് ശരണ്യയുടെ കൈ കൊണ്ട് അത് അത്രയും വലുതല്ലേ. അച്ഛൻ വന്ന് അച്ഛൻ അരി കുറച്ച് മതി. ഒരു 3-4-5 പീസ് മതി. 6 പീസ് ഉണ്ടെങ്കിൽ ഓക്കെ. അത് പാടാണ് ശരണ്യൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് ചെത്താനുള്ള. അതെ അതെ അതെ, ശരണ്യൊക്കെ അങ്ങോട്ട് ചെത്താനൊരു പാടുണ്ട്. അപ്പം അച്ഛൻ ഇത് മൊത്തം ചെത്തി എടുത്തിട്ട് കാണിച്ചു തരാം. കൂട്ടുകാരെ, അങ്ങനെ അച്ഛൻ തൊലിയൊക്കെ ചീവി, അമ്മയാണെങ്കിൽ അവിടെ എന്തോ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നേരത്ത് എന്നാണമ്മ അപ്പം ശരണ്യ ആ നേരത്ത് അവിടെ ക്ലീൻ ചെയ്യണുണ്ട്. തൊലി ജീവിയ ഇതൊക്കെ കളയുന്നുണ്ട്. ഇനി താഴെ വെച്ച് കട്ട് ചെയ്യച്ച, അല്ലെങ്കിൽ കൈ പോവും. കഴുകിയിട്ടരിയണം. ശരണ്യക്ക് കാച്ചിലിന്റെ പരിപാടി അറിയാൻ മേലല്ലോ അല്ലേ ശരണ്യ? കാരണം ഇത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അച്ഛൻ എപ്പോഴും പറയും, കാച്ചില് ഇന്ന പോലെ ചെയ്യണം, ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് എപ്പോഴും പറയുക. അതെ അതെ, വലിയ പാത്ര. അച്ഛൻ തന്നെ ക്ലീനൊക്കെ ചെയ്യണുണ്ട്. അപ്പം ഇനി അരിയാൻ തുടങ്ങാം അല്ലേ? അമ്മ കഴുകി തീർന്നു. കട്ട് ചെയ്തെടുക്കും. തെന്നിപ്പോകുന്നത്. പക്ഷെ എന്നാലും ഇന്നത്തെ ഇത് കൂടുതലും അച്ഛനായിരിക്കും. കൈ മാറ്റി ശരണ്യ, കൈ മാറ്റി. ഇങ്ങനെ തീരെ നൈസായിട്ട് അത് പോയി. എന്നാലും എന്താ ഇങ്ങനെ വേണം. കാച്ചിലിന്റെ നല്ല വട്ടത്തിലെ ഇതിരിക്കും അല്ലേ ശരണ്യ? ചേന പോലെ. എനിക്കൊന്നും പറയാതെ ഞാനൊരു പ്രത്യേക ഒരു ബാലൻസിലാണ് അരിയണം. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാം. മതി മതി മതി. അച്ഛൻ അരിഞ്ഞിട്ട് വർത്താനം പറഞ്ഞാ മതി അച്ഛൻ. അതെ 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 അതെ. ശരണ്യ, ഇത് കണ്ടപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഇതാണ് അച്ഛൻ എപ്പോഴും നമ്മൾ ഓരോരോ ഐറ്റംസ് ചെയ്യുമ്പോൾ അച്ഛൻ പറയും, നമുക്ക് കാച്ചിലൊന്ന് ചെയ്യണം എന്ന്. ഇനി അച്ഛനെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ ഇനി ശരണ്യ അതിന്റെ ഉസ്താദാകും. അതെ അതെ അതെ. ആണോ? അതെ അതെ. ഒന്നുമില്ല, എണ്ണ മാവ് കലക്കി വെക്കുക, എണ്ണ നേരെ കറക്റ്റ് ചെയ്ത് ഇത് ആവി കുക്കായി
എല്ലാം ചെയ്യാൻ. അപ്പൊ ഇതെല്ലാം അരിഞ്ഞിട്ട് കാണിച്ചു തരും. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ട് നമുക്ക് ഇന്നിട്ട് മുക്കി എടുക്കാം. ഇങ്ങനെ ഈ പാത്രത്തിൽ വെക്കാം. അപ്പൊ ഇങ്ങോട്ട് വെക്കും. ആ അപ്പൊ എല്ലാം മുക്കിയിട്ട് കാണിക്കാം. ആ ശരി ശരി. കൂട്ടുകാരെ ഞാൻ ഉപ്പെല്ലാം മുക്കിയെടുത്ത് നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വെക്കാം. ശരണ്യ എന്തോ അല്ലെ ഇഡലി പാത്രത്തിൽ വെള്ളം നിറച്ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതിന്റെ കൂട്ടുകാരത്ത് വെള്ളം നിറച്ച് വെച്ചേക്കും അതിന് പെട്ടെന്ന് വെക്കാൻ വേണ്ടി. ആ അപ്പോൾ ഓരോന്നെടുത്ത് ഇതെങ്ങനെയാണ് അടിക്കടിക്ക് വെക്കുക? ആ. ഇങ്ങനെ അടിക്കടിക്കൊക്കെ വെക്കണം അല്ലേ? അടിക്കടിക്ക് വെക്കണം. വേഗം ഉണ്ടായോ? അതെ അതെ അതെ. ഇപ്പൊ തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ല ഈ ബ്രെഡിന്റെ ഒക്കെ സൈഡിലത്തെ കളറില്ലേ, ആ നിറം പോലെ. ആ അതുപോലെ തന്നെയുണ്ട്. ആ ഏതായാലും ശരണി ഇതെന്നിട്ട് ആവി വേവിച്ചിട്ട് നമുക്ക് കാണിക്കാം കാണിക്കാം. അല്ലേ? ഇത് തെന്നിപ്പോണ്ട് കേട്ടോ, മീൻ തെന്നുന്ന പോലെ. ആ ഇതിനങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഇനി ഇത് അടച്ച് ഇത് അടച്ച് വേവിക്കണം. നമുക്ക് വേവിക്കാം. ആ വേവിച്ചിട്ട് കാണിക്കാം. ശരണ്യ എന്തോ വെന്താ? വെന്തോ നോക്കാം. അപ്പൊ നമ്മൾ ഇത്തവണ ആവിയിലാണ് വേവിച്ചത്, സാധാരണ വെള്ളത്തിലാണ് പുഴുങ്ങുന്നത്. ദേ വെന്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ആ, നമുക്ക് ഓരോന്നോരോന്ന് ആ. നമ്മുടെ അച്ഛനും വന്ന് നോക്കും. ഞാൻ എടുത്ത് പൊടിച്ച് മൊത്തം ഇതായി പോകും. ആ അതെ. കണ്ട ഇങ്ങനെ എടുക്കണം. കണ്ട കണ്ടല്ലേ? കണ്ട കാണിച്ചു കൊടുത്തേ കൂട്ടുകാർ. ആ അപ്പൊ ഇത് വെന്ത പോലെ ഒന്നും എനിക്ക് തോന്നിക്കുന്നില്ല, പക്ഷെ ആ വെന്ത വെന്തതാണല്ലേ? ഇത് കണ്ടത് വന്നിട്ട് കട്ടായി പോകും. കട്ടായി പോണു. അപ്പൊ അപ്പൊ ഇത് വെന്തതാണ് കേട്ടാ കൂട്ടുകാരെ. അപ്പൊ ഇത് ഞാൻ തുടർന്ന് പോയി കേട്ടോ. ഇത് കണ്ട ഇത് കണ്ട ആ ആ പെട്ടെന്ന് ഇത് വെന്തത്. നല്ല- നല്ല സമയം എടുത്തു. നല്ല കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് വെന്തത്. വെന്തതല്ലേ? ആ ആ. അപ്പൊ ഇനി ഇതെന്താണ് കൈ കൊണ്ടൊക്കെ തുണി കൊണ്ട് പിടി ഈ വശത്തിന് എടുക്കാൻ വേണ്ടിയാണ്. ആണാ? പിന്നെ ഇത് കണ്ട അല്ലെങ്കിൽ പൊടിഞ്ഞു ആ പോകും. ആ ആ കാച്ചിൽ വെന്തതിന്റെ സ്മെല്ലൊക്കെ അടിക്കണുണ്ട്. നേരം ഉം. എല്ലാം വെന്താ? ആ എല്ലാം വെന്ത്. ഇങ്ങനെ എടുക്കും. ആ കണ്ടാ ശരണ്യ പറഞ്ഞു കൊടുക്കണ കണ്ടാ? അല്ലെങ്കിൽ നമ്മള് പിച്ചാത്തിയുടെ തുമ്പ് കൊണ്ട് കേട്ടാൽ തുമ്പോണ്ടെടുത്താൽ പൊടി. മാവ് കിടക്കാൻ വേണ്ടി ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ആഹാ ആ മൈദ എടുത്ത് വെച്ചായിരുന്നു. ആ പിന്നെ എന്താണ് ശരണ്യ ചിരിക്കണം? ഒന്നുമില്ല, ഞാൻ വേറെ കാര്യം എടുത്ത് തിരിച്ചേ. അപ്പൊ നമ്മള് എന്താ കാര്യം പറ. ഒന്നുമില്ല, എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. അതൊന്നുമില്ല, പിന്നെ പറയാം. ഏ അതൊന്നുമില്ല. അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. പിന്നെ പറയാം. ഏ കാര്യം പറ ശരണ്യ. ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം ഓർത്തിയ. ആ ആ എന്നോട് പറയുവേ. എന്താ എപ്പോഴാണെങ്കിലും എന്നോട് പറയാം. വീഡിയോയിൽ പറയാൻ എന്തോ ഒരു ചമ്മലുള്ള കാര്യമാണ്. ഉപ്പുണ്ട്? ഉപ്പുണ്ടെന്നാ? ആർക്ക്? ഞാനോടത്ത് എനിക്ക് ഉപ്പുണ്ടെന്ന്. ശരണ്യ വെള്ളം ഒഴിച്ചാലോ? ആ, ഒഴിച്ചോളാം. ഒഴിച്ചോളോ? അപ്പത്തെ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഇനി എന്നാണ്? നമ്മൾ കൈയിട്ടൊന്ന് പിടിക്കണം. ശരണി എള്ളിടണം. ആ ഇല്ല, അമ്മ എല്ലാം ഒന്ന് എടുത്തത്. കണ്ടാ ഞാനല്ലേ പറഞ്ഞു തന്നത്. അത് ഏത്തക്കപ്പത്തിന് ഇടുന്ന പോലെ ഏത്തക്കപ്പത്തിനല്ല, ബ്രെഡ് പൊരി കാച്ചില് പൊരി. അല്ല അതിനും ഇടുവല്ല. അപ്പൊ ശരണ്യയുടെ ആ കുഞ്ഞു കൈയിട്ട് ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം അല്ലേ? ആണ് അപ്പൊ എന്നിട്ട് എള്ളു കൂടി അതിലാട്ട് ചേർക്കാം. ചേർക്കണം. ഈ അമ്മ ഇതിലിട്ട് ചേരട്ടോ അമ്മ. ഓ കണ്ട വെള്ളമൊക്കെ ഇട്ട് കണ്ട കൂട്ടുകാരെ. ചൂടിട്ടോ. ഇതൊന്നുമില്ല, ചൂടിട്ടോ. ഇതൊന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം. അപ്പൊ ഒന്ന് മാവൊക്കെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരുന്നതാണ്. കാണിച്ചു തരാം. കൂട്ടുകാരെ, ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ. ഇങ്ങനെ ആ ഈ പരുവത്തിനാക്കണം. ആക്കണം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ടല്ലേ? എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് ഇത് മുക്കി നമുക്കിടാം. ആ അപ്പൊ ഒന്ന് ചട്ടി ചൂടാകട്ടെ അല്ലേ? ആ ശരി. ഇതേ നമ്മുടെ അമ്മയും നിപ്പുണ്ട്. അപ്പൊ ഞാൻ കൈയും കഴുകട്ടെ. ആ ശരി ശരി ശരി. കൂട്ടുകാരെ, എല്ലാരും കാത്തിട്ട് നമ്മളെ കാച്ചില് പൊരിച്ചെടുക്കാം. ആ അപ്പൊ നമ്മള് മുക്കാൻ പോവാണ്. മുക്കാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ മാവിലാട്ട് കാച്ചിലങ്ങോട്ടിട്ട് ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഓ ശരണ്യ അങ്ങോട്ട് ഇട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ നമ്മുടെ അച്ഛനൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ആ അതെ അതെ. അമ്മയും ഉണ്ട്. അമ്മയും ഉണ്ട്. കയ്യൊക്കെ സൂക്ഷിക്കണം ശരണ്യെ.
കറക്റ്റ് ബ്രെഡ് പൊരി പോലെ തന്നെയുണ്ട്. ഇപ്പൊ ശരണ്യക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് മുക്കി മുക്കി ഇട്ടണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ അതെ 3 പീസാമറ്റാണ് ഇട്ടിരിക്കുന്നത്. ആ കൈ കഴുകി എത്ര പീസ് ഇട്ടു? 3. ആ അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇത് നേരത്തെയും ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കഴിച്ചിട്ടുണ്ട്. അതെ, അപ്പം അച്ഛൻ്റെ ഒരു ആ പഴയകാല ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ശരണ്യ അങ്ങനെ ഒത്തിരി ദൂരെ മാറി നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയുക, എണ്ണ പരിപാടിയല്ലേ, ഞാനും തെറിച്ച് വീണാലാ. അത് തന്നെയല്ല, അച്ഛനാകുമ്പോൾ അച്ഛൻ ചെയ്തോളൂ. അച്ഛന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. കൂട്ടുകാരെ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി. എന്താണ് അമ്പിളിമാമനായിട്ട്? ഒരെണ്ണത്തിന് വാല്, ഒരെണ്ണൊരു വാല് പോലെ ചട്ടുകത്തിന്റെ വാല്. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ. അപ്പൊ ശരണ്യ ഞാൻ പറഞ്ഞ കാച്ചില് വേവിച്ച പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞിട്ട് കാച്ചില് വേവിച്ചെടുത്ത് പൊരിക്കാവുന്നതാണ് അച്ഛൻ പറഞ്ഞത്. കാച്ചിലല്ലാതെ വെറുതെയും വേവിച്ച് തിന്നാണ്. മാവില് അത് മുളക് നമ്മൾ മറ്റേ അത് ഇച്ചിരൂടെ ഹെൽത്തിയാ. പച്ചമുളകില്ലേ, പച്ചമുളക് ഉള്ളിയും പുളിയും കൂടെ വെച്ച് ഇടിച്ച് അപ്പോഴഴിക്കുമ്പോൾ കഴിച്ച സൂപ്പറാ. അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂട്ടുകാരെ അച്ഛൻ്റെ കോരാൻ തുടങ്ങി. ഇനി അടുത്തത് മുക്കിയിടുന്നില്ല ശരണ്യ? അത് മുക്കി മാറ്റി അതെ 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 അതെ. അപ്പൊ കൂട്ടുകാരെ അതെ കണ്ട അച്ഛൻ്റെ ഈ ഒരു പാത്രത്തിലായിട്ടാണ് ഇട്ടുള്ളത്. ഇങ്ങനെ എന്താണ് ശരണ്യ ഇവിടെ ഒരു തുറക്കം? അമ്മക്ക് മുക്കണ്ടേ? ശരണ്യ തന്നെ മുക്കിയിട്ടുണ്ടിരിക്കും. അപ്പൊ കണ്ട ഇത് സത്യം പറഞ്ഞാൽ ബ്രെഡിനേലും മുക്കാനും എളുപ്പമാണല്ലേ? ബ്രെഡ് ആകുമ്പോ ഇച്ചിരി പേടിച്ചാണ് ഇടണേ, കീറിപ്പോകുവാന്ന്. എന്നിട്ട് പാതി വേവ് തണുക്കുമ്പോഴേ ഒന്നുകൂടി സെറ്റ് ആകുള്ളൂ. ആ അതെ അതെ. അപ്പൊ ഇതുകൂടിയൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കിയിട്ട് കൂട്ടുകാരെ എല്ലാം കൂടി കാണിച്ചു തരാം. അപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് പൊരിച്ച് കണ്ട കൂട്ടുകാരെ അടിപൊളിയായിട്ടൊക്കെയാണ് പൊരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുക അല്ലേ? അല്ല ഞാൻ പറയട്ടാണില്ല, അമ്മയും കഴിക്കുവേ, അമ്മക്ക് ഇഷ്ടമാണ് ഈ കാച്ചിൽ പൊരിക്കുക. ഞങ്ങൾ മക്കളെ ഈ കാച്ചിൽ പൊരിച്ചത് എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പൊരിച്ച് തരുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അതെ തിന്നാം. ശരണ്യ ഓടിച്ച് എനിക്കുള്ളതാ, ശരണ്യ ഓടിച്ച് തരാം, ഞാൻ ഓടിക്കും. അച്ഛന് ശരണ്യ ഓടിച്ച് ചൂടുണ്ട്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ശരണ്യ? മൊരിഞ്ഞതാണല്ലേ? ബ്രെഡ് പൊരി കഴിക്കും പോലെ തന്നെ ഇത് കഴിക്കാം. ശരണ്യക്കെല്ലാം മധുരമുള്ളതൊക്കെ. ഇതിന് മധുരം ഇടാൻ പറ്റത്തില്ല. ആ അതെ അതെ. ആ അപ്പൊ കൂട്ടുകാരെ ഇതുപോലെയൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. കണ്ട കറക്റ്റ് കണ്ട ബ്രെഡ് പൊരിയാണെന്നേ പറയുള്ളൂ, പക്ഷെ കാച്ചിൽ പൊരിച്ചതാണെന്ന് ആരും പറയുകയല്ല അല്ലേ? അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള് ലൈക്ക് ചെയ്യുക,
കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ